പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 11 അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വഴി എങ്ങനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഓരോ ടെക്നിക്കും ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പഠിക്കാനുള്ളത് അത് എന്താണ്, അതുപോലെ അതിലെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കിയിട്ട് അത് പല കമ്പ്യൂട്ടേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങൾ പല കമ്പ്യൂട്ടേഴ്സിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് നെറ്റ്വർക്ക് വഴി അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ കമ്പ്യൂട്ടേഴ്സിനും പ്രോസസ്സറും അതിന് കറസ്പോണ്ടിങ് മെമ്മറി ഉണ്ടായിരിക്കും. ത്രൂ മെസ്സേജസ് വഴിയാണ് അവർ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ മെഷീൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം കുറേയധികം കമ്പ്യൂട്ടേഴ്സ് ഒരേ സമയത്ത് പല പല പാർട്ടുകൾ റൺ ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് എക്കണോമിക്കലാണ്. അത് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. പിന്നെ റിലയബിൾ ആണ്. റിലയബിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആയാലും ബാക്കിയുള്ളത് ഫങ്ഷൻ ചെയ്യുന്നത് കാരണം നമുക്കത് റിലയബിൾ ആണ്. ദെൻ സ്കെയിലബിൾ ആണ്. സ്കെയിലബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ നമ്പർ ഓഫ് നോഡ്സ്, നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ കോംപ്ലക്സിറ്റി കൂടുതലാണ്. എക്സ്ട്രാ പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ട്. സെക്യൂരിറ്റി കുറവാണ്. കാരണം നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. അത് നെറ്റ്വർക്ക് റിലയൻസ്, അതായത് നെറ്റ്വർക്ക് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഫെയിൽ ആയി മൊത്തം ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിൽ ആദ്യത്തേതാണ് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് CPUസിന് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലെ കാൽക്കുലേഷൻസ് സൈമൾട്ടേനിയസ്ലി പെർഫോം ചെയ്യും. ഇതിനകത്ത് മെമ്മറി എന്ന് പറയുന്നത് ഷെയർഡ് ആയിരിക്കും. സെപ്പറേറ്റ് മെമ്മറി അല്ല, ഷെയർഡ് മെമ്മറിയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് സീരിയൽ കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ നോക്കുക, പ്രോബ്ലം പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. സീരിയലായിട്ട് 1 by 1 ആയിട്ടാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് CPU ഔട്ട്പുട്ട് കിട്ടുന്നത്. തൊട്ട് താഴെ കാണിച്ചിട്ടുള്ളതാണ് പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ. ഇതിൽ കുറേയധികം CPUസിൽ നമ്മുടെ പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്തിട്ട് സൈമൾട്ടേനിയസ് എക്സിക്യൂഷനാണ് നടക്കുന്നത്. അതിന് താഴെയുള്ള ഫിഗർ നോക്കുക, എല്ലാ പ്രോസസ്സേഴ്സും ഷെയർഡ് മെമ്മറിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരലൽ കമ്പ്യൂട്ടിംഗ് ആണ് കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നോക്കാം. സീരിയൽ കമ്പ്യൂട്ടിങ്ങിലെ സിംഗിൾ പ്രോസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ഷെയർഡ് മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോബ്ലം സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരുമിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്ന പോലെയാണ് അതിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സീരിയൽ കമ്പ്യൂട്ടറിൽ സീക്വൻഷ്യലി വൺ ആഫ്റ്റർ അനദർ എന്നുള്ള ഫോർമാറ്റിലാണ്, ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും, വൺ ആഫ്റ്റർ അനദർ എന്നുള്ള ഫോർമാറ്റിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരേ സമയത്ത് തന്നെയാണ് സൈമൾട്ടേനിയസ്ലി ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് വെച്ചിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ നമുക്ക് ഒരു സിംഗിൾ പ്രോസസ്സറിൽ ചെയ്യാൻ പറ്റുള്ളൂ. പാരലലിൽ മോർ ദാൻ 1 ഇൻസ്ട്രക്ഷൻ നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വെച്ച് അറ്റ് എ ടൈം പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതിൽ കൂടുതലോ നോഡ്സ് ഫെയിൽ ആയാലും മൊത്തം സിസ്റ്റം വർക്ക് ചെയ്യും. ചിലപ്പോൾ പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ആയിട്ടായിരിക്കും, പക്ഷേ അത് വർക്ക് ചെയ്യും. അതിനാണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്പ്യൂട്ടിംഗ് പവറും സ്റ്റോറേജൊക്കെ റിസോഴ്സുകൾ ഒക്കെ ഷെയർഡ് ആയിരിക്കും. പിന്നെ ലോഡ് ഷെയറിംഗ് ആണ്. ലോഡ് ഷെയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ നോഡ്സും മൊത്തം നമ്മുടെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ഷെയറിംഗ് എന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സ്കെയിലബിൾ ആണ്. നമുക്ക് എക്സ്ട്രാ നോഡുകളിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം എളുപ്പമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്സ് ഈ ടൈപ്പ് ഉള്ളതിന് എല്ലാത്തിനും സ്കെയിലബിൾ എന്നുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എല്ലാത്തിനും വരുന്നതാണ്.
ഈ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് സീരിയലിനേക്കാളും. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത പ്രോഗ്രാം വേറെ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ആ ഒരു കമ്പ്യൂട്ടറിൽ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ 2 ഡ്രോബാക്ക് ആണ് അതിന് വരുന്നത്. അടുത്തൊരു ടൈപ്പാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടേഷണൽ പവർ, അത് റിസോഴ്സ് ആവാം, സർവീസ് ആവാം, ഡാറ്റ ആവാം, എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. നമ്മളത് എടുത്ത് ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഒട്ടൊരു ഹ്യൂജ് കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ നമ്മുടെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നോളേജ് ഗ്രിഡ് ആയിരിക്കാം, ഡാറ്റ ഗ്രിഡ് ആയിരിക്കാം, കമ്പ്യൂട്ടേഷണൽ ഗ്രിഡ് ആയിരിക്കാം. കുറേ കോംപ്ലക്സ് പ്രോബ്ലംസ് ഷോർട്ട് ടൈമിൽ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ, വെതർ ഫോർകാസ്റ്റിംഗിൽ, മാർക്കറ്റ് ഫോർകാസ്റ്റിംഗിൽ, ബയോ ഇൻഫോർമാറ്റിക്സിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹാർഡ്വെയറിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. വലിയ പ്രോബ്ലംസ്, കോംപ്ലക്സ് പ്രോബ്ലംസ് ഷോർട്ട് ടൈമിൽ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് വഴി നമുക്ക് പോസിബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഹാർഡ്വെയർ അതിനെ ബെറ്റർ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻസിലേക്ക് എത്താനായിട്ട് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്കെയിലബിൾ ആണ്, നമുക്ക് കമ്പ്യൂട്ടിംഗ് പവേഴ്സ് ആഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. എല്ലാ ടൈപ്പ് കമ്പ്യൂട്ടിങ്ങിലും നമുക്ക് ഈ സ്കെയിലബിൾ എന്നുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഡ്രോബാക്ക് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ് സ്ലോവർ ആയിരിക്കും. അപ്പോൾ പ്രോസസ്സിംഗ് സ്പീഡിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സും ഡിഫറെൻറ്റ് സെർവേഴ്സും യൂസ് ചെയ്യുമ്പോൾ കോമ്പാറ്റബിൾ അല്ലാത്ത സെർവേഴ്സും കമ്പ്യൂട്ടേഴ്സും വരികയാണെങ്കിൽ ലൈസൻസിങ് ഇഷ്യൂസ് വരാനും ചാൻസ് കൂടുതലാണ്. അടുത്ത മെത്തേഡാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് പേര് കേട്ടാൽ തന്നെ അറിയാം, ക്ലസ്റ്റർ ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിരിക്കുക. ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ, അതുപോലെ സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത് പെർഫോം ചെയ്യാനായിട്ട് പാരലൽ പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ക്ലസ്റ്റർ കമ്പ്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രോസസ്സിംഗ് പവർ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവൈലബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം കമ്പോണൻറ്റ് ഫെയിൽ ആയാലും ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. കറക്റ്റായിട്ടുള്ള വർക്കിംഗ് നമുക്കിവിടെ എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ സ്കെയിലബിലിറ്റിയാണ്, നമുക്ക് ഡിമാൻഡിനനുസരിച്ചിട്ട് പ്രോസസ്സേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ പ്രോഗ്രാമബിലിറ്റി ഇഷ്യൂസ് ആണ് ആദ്യത്തെ എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് എറർ പറ്റിയെന്ന് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് എന്ത് പറ്റും, ഒറ്റൊരു എൻറ്റിറ്റി ആയതുകൊണ്ട് ഏത് കമ്പോണന്റിലാണ് എറർ എന്ന് കണ്ടുപിടിക്കാനും കുറേയധികം സമയം നമുക്ക് വേണ്ടി വരുന്നതാണ്. അടുത്തൊരു ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഏതെങ്കിലും ഒരു റിമോട്ട് മെഷീനിലായിരിക്കും, ഏതെങ്കിലും ഒരു പ്ലേസിലുള്ള ഒരു റിമോട്ട് മെഷീനിലായിരിക്കും മേടിക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് യൂസേഴ്സിന് ഒരു നെറ്റ്വർക്ക് വഴി നമുക്ക് ആ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേര് വരാൻ തന്നെ കാരണം ഒരു റിമോട്ട് പ്ലേസിൽ നിന്നാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ സർവീസ് ആക്സസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കൈയിൽ ആകാശത്ത് ക്ലൗഡ്സ് ഉള്ള പോലെ തന്നെ നമുക്ക് ഏതോ ഒരു റിമോട്ട് പ്ലേസിൽ നിന്നാണ് നമ്മളിതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ തന്നെയാണ്. നമ്മുടെ ഇമെയിൽ, നമ്മുടെ ജിമെയിൽ ഐ ഡി ആണെങ്കിലും യാഹു ഐ ഡി ആണെങ്കിലും ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് എവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതെല്ലാം ക്ലൗഡിലാണ്, അതായത് റിമോട്ട് ഒരു മെഷീനിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് അതിലായിട്ട് കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡാറ്റാസ് അവർ തരികയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് സർവീസുകൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡറിൻ്റെ ആയിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം, നമ്മൾ രജിസ്റ്റേർഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ഒരു പാസ്വേഡും ഉണ്ടായിരിക്കണം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സർവീസാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവരുടെ നെറ്റ്വർക്ക് സ്റ്റോറേജിൽ സ്പേസ് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ ആക്സസ് കിട്ടുന്നതാണെങ്കിലും. അപ്പോൾ ഈ സർവീസ് മോഡൽസിനെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് SaaS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് PaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അപ്പോൾ ആദ്യത്തെ സർവീസ് മോഡലാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്.
സാസ്. അത് നമുക്ക് റിസോഴ്സസും അതുപോലെ ആപ്ലിക്കേഷൻസും ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സർവീസ് ഓൺ ഡിമാൻഡ് ആയിട്ടാണ് നമുക്ക് അവർ അവരുടെ സർവീസ് നമുക്ക് തരുന്നത്. ഗൂഗിൾ ഡോക്സ് ഒക്കെയാണ് അത് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ സാസ് അഗ്രിമെൻറ്റിൽ കസ്റ്റമേഴ്സിന് അധികം കൺട്രോൾ ക്ലൗഡിന് മേൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ അഡോബിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിലെ ക്രിയേറ്റീവ് ക്ലൗഡ്, അതുപോലെ facebook.com ഇതെല്ലാം സാസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ്. അടുത്തതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഇതിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമറിനെ സർവീസ് പ്രൊവൈഡറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അവരുടേതായ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ അവർ ഓൾറെഡി ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ആപ്ലിക്കേഷൻ സെർവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലാം പ്ലാറ്റ്ഫോം, ASP.NET പ്ലാറ്റ്ഫോം, PHP, പൈത്തൺ, അങ്ങനെ പല പല പ്രോഗ്രാമിങ്ങിനുള്ള പ്ലാറ്റ്ഫോംസ് അവർ അതിൽ റെഡിമെയ്ഡായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പാസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ഗൂഗിളിൻ്റെ ആപ്പ് എൻജിൻ, മൈക്രോസോഫ്റ്റിൻ്റെ അഷ്വർ, Force.com എന്ന് പറയുന്നതൊക്കെ. അടുത്ത മോഡലാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ്, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, സെർവേഴ്സ്, ഡാറ്റാ സെൻറ്റർ സ്പേസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ആമസോണിൻ്റെ വെബ് സർവീസസ്, അതുപോലെ തന്നെ ജോയിൻറ്റ്, AT&T, ഗോഗ്രിഡ് എന്ന് പറയുന്നതൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിന് എക്സാമ്പിൾസ് ആണ്. ക്ലൗഡ് സർവീസ് മോഡൽസ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് മൂന്നെണ്ണം എന്നുള്ളതും അതിന് എക്സാമ്പിൾസും പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. കോസ്റ്റ് സേവിങ് ആണ്. അതായത് കമ്പനീസിനെ അവർക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാനായിട്ടൊന്നും പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കോസ്റ്റ് സേവിങ് ആണ്. രണ്ടാമത്താണ് സ്കെയിലബിലിറ്റി. നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് അത് എക്സ്പാൻഡബിൾ ആണ്. അതുപോലെ തന്നെ റിലയബിലിറ്റി. മൾട്ടിപ്പിൾ റിഡൻഡൻറ്റ് സൈറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസാസ്റ്റർ റിക്കവറി, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് കിട്ടുന്നതാണ്. ദെൻ മെയിൻ്റനൻസ്. ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സാണ് സിസ്റ്റം മെയിൻ്റനൻസും അതുപോലെ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ മൊബൈൽ ആക്സസിബിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഈ ക്ലൗഡ് സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രൈവസി എൻഷുർ ചെയ്യാനും ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നത്താണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ക്ലൗഡ് സർവീസുകളും ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അടുത്ത ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. ഇതിപ്പോൾ റിസർച്ച് എന്ന ഏരിയ ആണ് AI എന്ന് പറയുന്നത്. ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. നമുക്ക് എന്താണ് AI എന്ന് മാത്രമേ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ AI എന്നുള്ള ഒരു ഡെഫിനിഷൻ ആദ്യം ഡെവലപ്പ് ചെയ്ത് അലൻ ട്യൂറിംഗ് ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് പ്രോബ്ലംസ് ഹ്യൂമൻ റീസണിങ് പ്രോസസ്സ് പോലെ തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു ട്രൈ നടത്തുന്നതിനാണ് AI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യാനായിട്ട് ട്യൂറിംഗ് ടെസ്റ്റാണ് അലൻ ട്യൂറിംഗ് പ്രപ്പോസ് ചെയ്തത്. അപ്പം അതിൽ ഒരു മെഷീന് ഇൻ്റലിജൻ്റ് ആവാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യേണ്ട കുറേ സ്റ്റെപ്സുകളാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ഒരു കാര്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് കുറേ ഡാറ്റ കിട്ടി. ആ ഡാറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ട് അത് ഇൻഫോർമേഷനാക്കി മാറ്റി. ആ കിട്ടിയ ഇൻഫോർമേഷനെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ അത് നോളേജായി മാറി. ഇനി ആ നോളേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കുറേ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റലിജൻസ് നമ്മൾ കറക്റ്റ് ഒരു ഡിസൈഡ് ഗോളിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അത് വിസ്ഡം എന്ന് പറയുന്ന ഫോമാറ്റിൽ എത്തുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഇൻ്റലിജൻ്റ് ആക്കുക എന്നുള്ളതാണ് AI നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ നോളേജ് റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. അതുപോലെ ഓട്ടോമാറ്റഡ് റീസണിങ്, അതായത് കിട്ടിയ നോളേജിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറേ കൺക്ലൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ മെഷീൻ ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ സെർട്ടൻ പാറ്റേൺസ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് എന്താ സംഭവം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം.
ഇനി ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ, അതായത് ഒബ്ജക്ട്സ് ഒബ്സർവ് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റോബോട്ടിക് ആക്ടിവിറ്റീസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്യൂറിംഗ് ടെസ്റ്റ് ഒരു മെഷീൻ പാസ്സായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്. ഹ്യൂമൻ മെഷീൻ നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡീനെയാണ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഇൻ്റലിജൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇൻ്റലിജൻറ്റ് ബിഹേവിയർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് അൽഗോരിതത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കുറേ 4 മെയിൻ പാരാഡിഗംസ് ആണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN, എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ EC, സ്വാം ഇൻ്റലിജൻസ് SI ആൻഡ് ഫസി സിസ്റ്റം FS. ഈ പറയുന്ന 4 പാരാഡിഗംസും നമുക്ക് ബയോളജിക്കൽ സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ANN എന്ന് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ EC എന്ന് പറയുന്നത് നാച്ചുറൽ എവല്യൂഷനാണ്, അതായത് ജെനറ്റിക് സ്റ്റഡീസും ബിഹേവിയറൽ സ്റ്റഡീസൊക്കെയാണ് EC എന്ന് പറയുന്നതിൽ വരുന്നത്. സ്വാം ഇൻ്റലിജൻസ് എന്ന് പറയുകയാണെങ്കിൽ കോളനിയൊക്കെ ആയിട്ട് താമസിക്കുന്ന ഓർഗാനിസംസിനെ പറ്റി അവരുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് സ്വാം ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫസി സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് ANN, ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റത്തിനെയാണ് മോഡൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ എബിലിറ്റീസ്, അതായത് പാറ്റേൺ മാച്ചിങ്, അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ തന്നെ ലേൺ ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക, ജനറലൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ അനലൈസ് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടേഴ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അടുത്താണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ EC എന്ന് പറയുന്നത്. അത് നാച്ചുറൽ എവല്യൂഷനെ മിമിക് ചെയ്യാൻ വേണ്ടിയാണ്, പ്രോസസ്സിനെ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യലാണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് സർവൈവ് ചെയ്യുക, വീക്കസ്റ്റ് ആയിട്ടുള്ളത് ഡെത്ത് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡാറ്റ മൈനിങ്ങിൽ ഫോൾട്ട് ഡയഗ്നോസിസിലേക്കാണ് ഈ EC എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ജെനറ്റിക് ബിഹേവിയർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അടുത്താണ് സ്വാം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾ കോളനിയായിട്ട് അല്ലെങ്കിൽ സ്വാംസായിട്ട് ജീവിക്കുന്ന സോഷ്യൽ ഓർഗാനിസംസിനെയാണ് ഇതിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേർഡുകളുടെ, അതായത് കിളികളുടെ കൂട്ടം പറന്നു പോകുന്ന സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉറുമ്പുകൾ പോകുന്നൊരു രീതി, ഒരു ഉറുമ്പിന് പിന്നാലെ വേറെ ഉറുമ്പ്, അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിഹേവിയറൊക്കെയാണ് കൂട്ടായിട്ട് ജീവിക്കുന്ന കുറേ ജീവികളുടെ ബിഹേവിയർ നോക്കിയിട്ട് ഡിഫറെൻറ്റ് ഓപ്റ്റിമൈസേഷൻ അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാണ് ഈ സ്വാം ഇൻ്റലിജൻസിൽ ചെയ്യുന്നത്. അടുത്താണ് ഫസി സിസ്റ്റം എന്ന് പറയുന്നത്. ഫസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ ആയിട്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഫാക്ട്സിൽ നിന്ന് പുതിയ ഫാക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് ഫസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അപ്രോക്സിമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മൾ എടുക്കുകയാണ് ഈ ഫസി എന്ന് പറയുന്ന ഫസി സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൺട്രോൾ ഗിയർ ട്രാൻസ്മിഷൻ, അതുപോലെ റാങ്കിങ് സിസ്റ്റം, വെഹിക്കിളുകളുടെ റാങ്കിങ് സിസ്റ്റം, ലിഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്, ഹോം അപ്ലയൻസിൽ, അതുപോലെ ട്രാഫിക് സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫസി സിസ്റ്റമാണ്. അടുത്തതാണ് കമ്പ്യൂട്ടർ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. ആദ്യത്താണ് ബയോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ, ഐറിസ്, റെറ്റിന, അതുപോലെ തന്നെ ഓർഡർ, മണം, അതൊക്കെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈപ്പ് ആപ്ലിക്കേഷൻസ് ആണ് ഈ ബയോമെട്രിക്സ് എന്നുള്ള ആപ്ലിക്കേഷനിൽ വരുന്നത്. അടുത്ത ആപ്ലിക്കേഷനാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ റോബോട്ട്സിൻ്റെ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, തിയറി ആൻഡ് ആപ്ലിക്കേഷനൊക്കെയാണ് ഈ റോബോട്ടിക്സിൽ വരുന്നത്. റോബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ആ ഡിവൈസിന് അതിൻ്റെ എൻവറോൺമെൻറ്റിന് റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോണമസ് ഡിസിഷൻസ് എടുക്കാനും അതനുസരിച്ച് ആക്ഷൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് റോബോട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വെഹിക്കൽ മാനുഫാക്ചറിങ്ങിൽ, അതുപോലെ തന്നെ ഹ്യൂമൻസിന് എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നമുക്ക് പകരം എന്തിനു യൂസ് ചെയ്യാൻ പറ്റും, റോബോട്ട്സിനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മിലിറ്ററിയിൽ, അങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് റോബോട്ട്സിന്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. അതിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് എന്നുള്ളതാണ് കമ്പ്യൂട്ടർ വിഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2D ഇമേജിൽ നിന്ന് 3D ഫോമാറ്റിലോട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കിയിട്ട് ഇന്ന ഒബ്ജക്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേ വീഡിയോ പാറ്റേണിൽ നിന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വരുന്നത്. അടുത്ത ആപ്ലിക്കേഷനാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP എന്ന് പറയുന്നത്.
അതിൽ സിസ്റ്റംസിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ പീപ്പിളുടെ അവരുടെ ലാംഗ്വേജ് ഹ്യൂമൻ ലാംഗ്വേജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. അടുത്തതാണ് ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ ASR എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിന് സ്പോക്കൺ ലാംഗ്വേജ് മലയാളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആപ്പിൾ iOSന്റെ സിരി എന്നുള്ളത്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കോർട്ടാന എന്നുള്ളത്, ഗൂഗിൾ നൗ ആൻഡ്രോയിഡിൻ്റെ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മുടെ സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം ആണ് ഈ ASR എന്ന് പറയുന്നത്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR, ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നിഷൻ HCR. അപ്പോൾ OCRനും HCRും ഒക്കെ നമുക്ക് പാറ്റേൺ റെക്കഗ്നിഷൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. അതിൽ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ആ സോഫ്റ്റ്വെയർ സ്കാനഡ് ഇമേജസിനെ ടെക്സ്റ്റ് ഫോമാറ്റിലോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ ഫോമാറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആസ്കി ആയിട്ടോ അല്ലെങ്കിൽ യൂണിക്കോഡൊക്കെ ആയിട്ടാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അടുത്ത ആപ്ലിക്കേഷനാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടെക്നോളജി ബയോളജിക്കൽ ഇൻഫോർമേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ നമ്മുടെ ബയോളജിക്കൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യും, അത് സ്റ്റോർ ചെയ്യും, അത് അനലൈസ് ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനും അതുപോലെ പുതിയ ബയോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ബയോ ഇൻഫോർമാറ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ആപ്ലിക്കേഷനാണ് ജിയോമെട്രിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS എന്ന് പറയുന്നത്. ഇതിൽ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിലെ ഡിഫറെൻറ്റ് പൊസിഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് എടുക്കുക, അതുപോലെ അതിനെ ചെക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് GISൽ ചെയ്യുന്നത്. അപ്പോൾ ഈ GIS നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വെച്ചാൽ സോയിൽ മാപ്പിങ്ങിന്, അഗ്രികൾച്ചർ മാപ്പിങ്ങിന്, ഫോറസ്റ്റ് മാപ്പിങ്ങിന്, ഗവേണൻസിന്, അങ്ങനെ പല ആപ്ലിക്കേഷൻസിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചാപ്റ്റർ 11 തീർന്നിരിക്കുകയാണ്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്